ഒന്നാമത്തെ ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു, നമുക്കറിയാം ഇതൊരു ഫോർമുലയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വാല്യൂ 1 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഒരു ലിമിറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ പുട്ട് ചെയ്ത് നോക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നായതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ സൈൻ 0 എന്നാണ്. നമുക്കറിയാം ഈ സൈൻ 0 എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കാണുന്നതിനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ പുട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മൈനസ് കോസ് എക്സിനും സൈൻ എക്സിനും നമുക്ക് ഫോർമുല കൊടുക്കാം, ട്രിഗ്നോമെട്രിക് ഫോർമുല. അതായത് 1 മൈനസ് കോസ് എക്സിൻ്റെ ഒരു ഫോർമുല നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നാണ്, ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ സൈൻ 2 തീറ്റയുടെ ഒരു ഫോർമുല നമ്മൾ കണ്ടിട്ടുണ്ട്, 2 സൈൻ തീറ്റ കോസ് തീറ്റ. ആ ഫോർമുല നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ സൈൻ എക്സിന് നമുക്ക് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 2 കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സൈൻ എക്സ് ബൈ 2 കട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്നത് ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ബൈ 2 ഉണ്ടാകും, ഡിനോമിനേറ്ററിൽ കോസ് എക്സ് ബൈ 2 ഉണ്ട്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ 2, സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 എന്നത് ടാൻ എക്സ് ബൈ 2 ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ഇനി 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ടാൻ 0 ബൈ 2, അതായത് ടാൻ 0 എന്ന ആൻസർ കിട്ടും. ഈ പ്രോബ്ലം ചെയ്യുന്നതിനുള്ള മറ്റൊരു വഴിയാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 പ്ലസ് കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1 പ്ലസ് കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് എന്ന് വരുന്നു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്, അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അതായത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരുന്നു, അതായത് 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ്, അതായത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരുന്നു. ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് എന്നും വരുന്നു, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്റർ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. നമുക്കറിയാം അത് സൈൻ സ്ക്വയർ എക്സ് ആണ്, കാരണം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇക്വൽ ടു 1 എന്നാണ്. അങ്ങനെയെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഒരു സൈൻ എക്സ് കട്ടാകുന്നു, അതായത് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് വരുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ സൈൻ 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 0, സൈൻ 0 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 0 1 ആണ്, 0 ഡിവൈഡഡ് ബൈ 2 ആൻസർ 0.